ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിപ്പ് നമ്മൾ വറുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ശർക്കര ഇവിടെ നേരത്തെ തന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ളതുപോലെ വെള്ളവും ശർക്കരയും ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട്, അടി പിടിക്കാതെ. ഇനി നമ്മൾ നേരത്തെ വറുത്ത പരിപ്പ് നേരെ കഴുകി ഊറ്റി വെള്ളം പോകാൻ വെക്കാം കേട്ടോ. ഇത് നമ്മൾ കഴുകി ഉണക്കി വെക്കുന്ന പരിപ്പാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കശുവണ്ടി മുന്തിരിയൊക്കെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പരിപ്പ് ഓൾറെഡി നമ്മൾ കഴുകി ഉണക്കി വെക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇപ്പം നിങ്ങൾ കഴുകി ഉണക്കി വെച്ച പരിപ്പാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് കുക്കറിലിട്ടിട്ട് വെള്ളം വെച്ച് അടിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി നമ്മുടെ ബാക്കി പരിപാടി നോക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ വറുത്ത് കോരിയോടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് നമ്മൾ ഓയിലിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരിയ ആ ഓയിലൊക്കെ തന്നെ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ അടി പിടിക്കാതെ ഇളക്കണം. നമ്മുടെ വെള്ളം പോയി കഴിഞ്ഞിട്ടാണല്ലോ പരിപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ നല്ലതുപോലെ വറുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പരിപ്പിലേക്ക് പരിപ്പടി പിടിക്കാതെ നമ്മൾ നല്ലോണം ഇളക്കണേ, ആ കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് ഇനി നമുക്ക് കുക്കർ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഇനി നല്ലപോലെ വിസിൽ വന്ന് പരിപ്പ് നല്ലോണം വെന്തുടയണം. പിന്നെ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അതിന് വേണ്ടി ഇനി നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. പിന്നെ ഇവിടെ തേങ്ങാക്കൊത്ത് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയതുപോലെ തന്നെ ഇതും അതേപോലെ വറുത്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ നമുക്ക് തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് തലപ്പാൽ പിഴിയാം, പിന്നെ രണ്ടാം പാലും അതേപോലെ മൂന്നാം പാലും പിഴിയണം കേട്ടോ. ഇത് നമുക്ക് എല്ലാം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി നോക്കാൻ. നല്ലതുപോലെ അരച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് പാലൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ശർക്കര അതിനകത്തേക്ക് പതിയെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ഇളക്കി കൊടുക്കാൻ. അടി പിടിക്കാതെ പതിയെ നമ്മുടെ ഉരുക്കി വെച്ച ശർക്കര ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തലപ്പാലും അതേപോലെ രണ്ടാം പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇതിനകത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ പിന്നെ ക്ലിപ്പ് നോക്കുമ്പോഴാണ് വീഡിയോ ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ തലപ്പാലും അതേപോലെ തന്നെ രണ്ടാം പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ മൂന്നാം പാൽ ഒഴിച്ചപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് വേണ്ട. ഇനി നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഏലക്കയും ചുക്കും ജീരകമൊക്കെ നല്ലതുപോലെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പായസം ഇവിടെ നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടെ നമുക്ക് നല്ലതുപോലെ ഇതേപോലെ ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതിനകത്തേക്ക് ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.